ഹായ് വണ്ടർഫുൾ പാരൻസ്, ഞാൻ ഡോക്ടർ ശ്രുതി, പീഡിയാട്രീഷ്യനാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം വളരെ കോമൺ ആയിട്ട് പാരൻസിന് ഒരു കൺസേൺ ഉണ്ടാക്കുന്ന, ഒരു സ്കിൻ കൺസേൺ ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ്. ഒരു 2 തൊട്ട് 6 വയസ്സ് വരെ പ്രായപരിധിയുള്ള കുട്ടികളാണ് ഇത് കൂടുതൽ കണ്ടുവരിക. അവിടെ ഇവിടെ വെള്ളപ്പാടുകൾ പോലെ മുഖത്തും ശരീരത്തിലും വരിക കുഞ്ഞുങ്ങൾക്ക്. യൂഷ്വലി പാരൻസ് വറീഡ് ആവുന്നത്, അയ്യോ ഇത് ഞങ്ങൾ ഫുഡ് നേരെ കൊടുക്കാതെ വൈറ്റമിൻ ഡെഫിഷ്യൻസി ആണോ, കാൽഷ്യത്തിന്റെ കുറവാണോ, ഇങ്ങനത്തെ കൺസേൺസ് ഒക്കെയാണ് പാരൻസിന് കൂടുതലുള്ളത്. ചില സിറ്റുവേഷൻസിൽ പാരൻസ് ചിലപ്പം അതും കടന്ന് ചിന്തിക്കാം, ഇത് വെള്ളപ്പാണ്ടാണോ എന്ന് വെച്ചാൽ വിറ്റിലൈഗോ ആണോ എന്നൊക്കെ ചിന്തിക്കാം. വെള്ളപ്പാണ്ടും ആവാം കേട്ടോ, പക്ഷെ മോസ്റ്റ്ലി വളരെ കോമൺ ആയിട്ട് കാണുന്നത് ഇത് ഡ്രൈനെസ് മൂലമാണ്. കുഞ്ഞുങ്ങളിൽ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്, ഡ്രൈനെസ് മൂലം വരുന്നതാണ്. ഡ്രൈനെസ്സിനപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുക. ഈ കണ്ടീഷന്റെ പേര് എന്താന്ന് വെച്ചാൽ പിറ്റീരിയാസിസ് ആൽബ എന്നാണ് അതിന്റെ നാമം. ഇത് പോരാതെ വേറെ പല കണ്ടീഷൻസ് മൂലവും വെള്ളപ്പാടുകൾ പോലെ ദേഹത്ത് വരാൻ കേട്ടോ. ചിലപ്പോൾ ചില ഫംഗൽ ഇൻഫെക്ഷൻസ് ആവാം. അപ്പൊ അതൊക്കെ കാരണം വരുന്നതിൽ യൂഷ്വലി നല്ല രീതിയിൽ ചൊറിച്ചിലും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇത് സാധാരണ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ അവിടെ ഇവിടെ വെള്ളപ്പാടുകൾ പോലെ ആയിരിക്കും മുഖത്തും ദേഹത്തും കാണപ്പെടുക. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനിൽ നല്ല രീതിയിലുള്ള മോയ്സ്ചറൈസേഷൻ തന്നെ മതിയാവും. കുളിപ്പിച്ചതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുട്ടികൾക്ക് കുറച്ചും കൂടെ നല്ലത്. അപ്പം വേണമെങ്കിൽ 2 or 3 തവണ വേണമെങ്കിൽ നിങ്ങൾക്ക് മോയ്സ്ചറൈസ് ചെയ്യാം. കഴിവതും ഫ്രേഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. പിന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പുറത്തു പോകുമ്പോഴാണ്. പുറത്തു പോകുന്ന സമയത്ത് കുട്ടികൾ സൺ എക്സ്പോഷറും വരും. അപ്പൊ സൺ എക്സ്പോഷർ ഇതിനെ കൂട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ല 50+ SPF അടങ്ങിയ സൺസ്ക്രീനുകളും കുഞ്ഞുങ്ങളുടെ ദേഹത്ത്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം രൂപീകരിച്ചിട്ടുള്ള മോയ്സ്ചറൈസറുകളും സൺസ്ക്രീനുകളും ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ വേറെ ചില സിറ്റുവേഷൻസിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ചിലപ്പോൾ മൈൽഡ് ആയിട്ടുള്ള ഇച്ചിങ്ങോ ചെറിയ രീതിയിലുള്ള റെഡ്നെസ്സോ ഒക്കെ ഈ ലീഷൻസിൽ, ഈ വരുന്ന വെള്ളപ്പാടുകളിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ചിലപ്പോൾ നിങ്ങൾ കാണിക്കാൻ പോകുന്ന ത്വക്കുരോഗ വിദഗ്ധനോ അല്ലെങ്കിൽ പീഡിയാട്രീഷ്യനോ മൈൽഡ് ആയിട്ടുള്ള എന്തെങ്കിലും സ്റ്റിറോയിഡ്സും ദേഹത്ത് അപ്ലൈ ചെയ്യാനുള്ള രീതിയിൽ ഓയിൻമെന്റിന്റെ രൂപേണ തരാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പം ഒരിക്കലും പാനിക് ആവേണ്ട എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. മിക്കവാറും 90% ചാൻസ് കേസസിലും ഇത് ബിനൈൻ ആയിട്ടുള്ള, ഭയപ്പെടാൻ ആവശ്യമില്ലാത്ത, കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ കുഞ്ഞുങ്ങളുടെ തൊലിയിൽ നിന്ന് മാറിപ്പോകുന്ന പിറ്റീരിയാസിസ് ആൽബ എന്ന് പറഞ്ഞ കണ്ടീഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഇതുപോലെ ആയിരിക്കും നിങ്ങൾ കാണിക്കാൻ പോകുന്ന പീഡിയാട്രീഷ്യൻ ട്രീറ്റ്മെന്റുകൾ പ്രിസ്ക്രൈബ് ചെയ്യുക. അല്ല, വളരെ റെയർ ആയിട്ട് മാത്രമാണ് വിറ്റിലൈഗോയോ ഫംഗൽ ഇൻഫെക്ഷനോ അങ്ങനെ വേറെ പല കണ്ടീഷൻസും വരിക. സോ ഡോണ്ട് പാനിക്, stay healthy and take care. Please do like, share, follow for more such videos.